ഹായ് ഫ്രണ്ട്സ്, നമ്മളേവരും കാത്തിരുന്ന +2 റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യാണ്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലവും ഇന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇന്ന് വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നത്. ഫലമറിയാൻ ഒരുപാട് വഴികളുണ്ട്. ഫലമറിയാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെബ്സൈറ്റ് അഡ്രസ്സുകൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. www.results.hsc.kerala.gov.in, അതായത് results.hsc ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ .kerala.gov.in, അതുപോലെ തന്നെ www.prd.kerala.gov.in PRD, അതുപോലെ result.kerala.gov.in, അതുപോലെ examsresults.kerala.gov.in, പിന്നെ results.kerala.gov.in, പിന്നെ results.digilocker.gov.in, പിന്നെ www.result.kite.kerala.gov.in, അതുപോലെ മൊബൈൽ ആപ്പും ഉണ്ട്. PRD ലൈവ്, സഫലം 2025, എക്സാംസ് ഇതുവഴിയൊക്കെ റിസൾട്ട് കിട്ടും. അതായത് results.gov.in തന്നെ അടിച്ചാൽ തന്നെ നമുക്ക് +2 റിസൾട്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ +2 results.gov.in അടിക്കാം. അതുപോലെ PRD.gov.in, PRD ലൈവ് അവിടെയും ഉണ്ട്, മൊബൈൽ ആപ്പാണ്. അതുപോലെ സഫലം 2025 SLC റിസൾട്ടൊക്കെ ഇവിടെ നോക്കിയിട്ടുണ്ട്. അതുപോലെ എക്സാംസിൽ കയറിയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഡിജി ലോക്കർ, നമ്മുടെ റിസൾട്ട് കാണാൻ പറ്റുന്ന digilocker.gov.in വഴിയും നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതല്ലെങ്കിൽ +2 റിസൾട്ട് 2025 എന്ന് ജസ്റ്റ് നമ്മൾ അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നതായിരിക്കും. 3 മണി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് 3 മണിക്ക് തന്നെ നിങ്ങൾക്ക് അടിച്ച് നോക്കാവുന്നതാണ്. അപ്പോഴേക്ക് വെബ്സൈറ്റ് എല്ലാം സെറ്റായിരിക്കും. എങ്കിലും കുറച്ച് ചിലപ്പോൾ എല്ലാവരും ഒന്നിച്ച് കയറുമ്പോഴുള്ളൊരു റഷില്ലേ, അങ്ങനെ കാലതാമസത്തേക്ക്. അതുകൊണ്ട് ടെൻഷൻ ആവുമൊന്നും വേണ്ട. രജിസ്റ്റർ നമ്പർ തെറ്റാതെ ഓർത്ത് വെക്കുക, ഡേറ്റ് ഓഫ് ബർത്തും. അതുപോലെ മൊത്തം ഫ്രണ്ട്സിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ സ്കൂൾ കോഡും കൂടി അങ്ങോട്ട് ഓർത്ത് വെച്ചേക്കുക. അത് നിങ്ങളുടെ സ്കൂൾ മാത്രമല്ല, അടുത്തുള്ള സ്കൂളിലെ റിസൾട്ട് അറിയാനും അവരുടെ സ്കൂൾ കോഡ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അടിച്ച് നോക്കി ഫ്രണ്ട്സിൻ്റെ റിസൾട്ടൊക്കെ അറിയാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ റിസൾട്ട് നല്ല എന്താവട്ടെ, എങ്ങനെയാണെങ്കിലും പരസ്പരം ചോദിച്ചിട്ടൊക്കെ ആർക്കെങ്കിലും വിഷമമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട് പഠിക്കുന്ന സ്കൂൾ കോഡ് അങ്ങോട്ട് അടിച്ച് നോക്കിയാൽ മതി. അപ്പോഴും നിങ്ങൾക്ക് ആ സ്കൂളിലെ മൊത്തം കുട്ടികളുടെ റിസൾട്ടും, സയൻസ് ആണെങ്കിൽ സയൻസിൽ അവൻ്റെ പേരൊക്കെ വെച്ച് സെക്കൻഡ് ലാംഗ്വേജും ഒക്കെ ഏതാണെന്ന് അറിയെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്തായാലും നല്ലൊരു റിസൾട്ടായിരിക്കട്ടെ. ആർക്കും ടെൻഷനൊന്നും വേണ്ട. പ്രോപ്പറായി ഫുഡൊക്കെ കഴിക്കുക. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് സമാധാനത്തോടെ നോക്കേണ്ടതാണ്. നല്ല റിസൾട്ടാണ്. ഈ റിസൾട്ട് എന്തായാലും നല്ലത് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ വേറൊരു കാര്യമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം SLC റിസൾട്ടിൻ്റെ ഇത്തിരി കുറവുണ്ട്. അതേപോലെ തന്നെ +2ൻ്റെതും വരും എന്നുള്ള സൂചനയൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ടെൻഷൻ ആവേണ്ട. അതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് തന്നെ കരുതാവുന്നതാണ്. പാസ് പെർസെൻറ്റേജിലുള്ള ഇത്തിരി കുറവൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട. A+ൻ്റെ കാര്യത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രേസ് മാർക്കൊക്കെ പലർക്കും ഉള്ളതുകൊണ്ട്, ഹയർ സെക്കൻഡറി NSS, കലോത്സവം, സ്കൗട്ട് ആൻഡ് ഗൈഡൊക്കെ ഉള്ളതുകൊണ്ട് A+ലെത്താനും വലിയ പാട് കാണില്ല. +2 A+ലെത്താൻ, +1ൻ്റെതാണ്. എന്നാലും നമ്മുടെ ഓൾ ടുഗദർ A+ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ A+ ഒന്നും അല്ല കാര്യം. നമ്മൾ ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ ബ്രാഞ്ചസിനെ പരിഗണിക്കുന്ന ഇൻഡെക്സ് നമ്പർ വാല്യൂ പരിഗണിക്കുന്ന പേപ്പറിലുള്ള നമ്മുടെ മാർക്കാണ്. അല്ലാതെ ഫുൾ A+ കിട്ടിയതിനേക്കാൾ ചിലപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ ഏതെങ്കിലും കുട്ടിക്ക് മാർക്കുണ്ടെങ്കിൽ കോളേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും, ആ കുട്ടിക്കായിരിക്കും മുന്നിലെത്താൻ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ കഴിയുക. അപ്പോൾ ഇവിടെ മാർക്ക് തന്നെയാണ് കാര്യം. ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം ഗ്രേഡ് മാത്രമല്ല മാർക്കും കാണുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ടെൻഷനൊന്നും ആവേണ്ട. ഡിഗ്രിക്കൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. പിന്നെ എൻട്രൻസ് എഴുതിയവരും ഉണ്ട്. എന്തായാലും നമുക്ക് കൂളായ റിസൾട്ട് നോക്കാം. പ്രാർത്ഥനയോടെ ഞാൻ കാത്തിരിക്കുന്നു. നല്ലൊരു റിസൾട്ടിനായി വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.